വെറും 10 മിനിറ്റ് മാത്രം മതി ഈ കാണുന്ന ബീഫിന്റെ ബ്രെയിൻ ഉണ്ടാക്കാൻ കേട്ടോ. അതും നമ്മുടെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ. നോട്ട് ചെയ്ത് വെച്ചോളി, സേവ് ചെയ്ത് വെച്ചോളി, ആവശ്യം വന്നൂടെ ഇല്ല. ബ്രെയിൻ നന്നായിട്ട് കഴുകി സെറ്റാക്കി വെക്കുക. സോഫ്റ്റ് സാധനമാണ്, നോക്കിയിട്ട് കണ്ടിട്ടൊക്കെ പെരുമാറുക. ഒരു ചീനച്ചട്ടി എടുത്തിട്ട് ചൂടാക്കിയതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെല്ലുള്ളി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് സാധനം വാടിക്കോളും. ഒരൊറ്റ മുളകിന്റെ പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഉള്ളി ഒന്ന് മൂത്തതിന് ശേഷം തക്കാളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുത്ത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചു കൊടുത്ത് ഇനിയാണ് പ്രധാന സംഭവങ്ങൾ വരുന്നത്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് മല്ലിപ്പൊടി, കുറച്ച് ബീഫിന്റെ മസാലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി സെറ്റ് ആയതിനു ശേഷം റെഡിയാക്കി വെച്ച നമ്മുടെ ബ്രെയിൻ എടുത്തിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മസാലയും ബ്രെയിനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വീണ്ടും ഞാൻ എടുത്തു പറയാണ്, ഏറ്റവും നല്ലത് നന്നായിട്ട് കുത്തി ഉടക്കാതെ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാൽ ആ ബ്രെയിൻ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് കിട്ടുള്ളൂ. ഫൈനലായിട്ട് കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നൈസായിട്ട് മിക്സ് ആക്കിയതിനു ശേഷം കുറച്ച് മല്ലിച്ചപ്പ് എടുക്കുക, നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ മേലിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി, വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് സാധനം വേവിച്ചാൽ സംഗതി റെഡി. നല്ല പൊറോട്ടന്റെ കൂടെ ചോറിന്റെ കൂടെ ഒക്കെ അടിച്ചാലുണ്ടല്ലോ എന്റെ മോനെ ഒരു രക്ഷയില്ല, അടിപൊളി കിണ്ണം കച്ച് കറുമാണ് ഇട്ടുന്നത്. ഒരു മസ്റ്റ് ട്രൈ ആണ്. സിമ്പിൾ ആൻഡ് ഹംബിൾ പരിപാടിയാണ്. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.